ജീവിക്കുന്ന ഭയമേ നൽകണമേ മുഖായസ്സും ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് നിത്യവിരുന്ന് ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാക്കണനാദം കേൾക്കുമ്പോൾ ജീവൻ നൽകി നാട്ടിൽ ചേർക്കണം. ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നതനാഥം മിന്നി വിളങ്ങും വചനങ്ങളുണരാൻ വരമരുളേണം. നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങിമുഴങ്ങും ഉദാഹരണാഥം പൂരിതമല്ലോ. നാഥനദേവമായ വിഷയത്തിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവം നമ്മൾ വാനദേവന്റെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മത്സ്യദൃഷ്ടനായ കവർന്നു നിർത്തുകയും ലക്ഷ്യമായിരുന്നു വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനമായ ദിവസത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടവർക്കായ യോഗാനുഭവം സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിച്ചണമേ. ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്യ മത്സര കൃഷ്ണനിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മത്സരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവറും പരിപാലിക്കണമേ. പ്രധാന പ്രവേശം നമ്മോടുവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമേ നിർവഹിച്ചോട് കടന്നു തോന്നുന്നേ. സർവശക്തനായ ദൈവമേ വിചാരത്താലോ എണ്ണത്താലോ പ്രവൃത്തിയാലോ അറിഞ്ഞോ അറിയാതെ എല്ലാ ഭാവങ്ങളും വാഴുന്നത് നീതിമാന്മാർ സ്വർഗം സ്മരിക്കാൻ നേരത്തെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മുതലെല്ലാരും മിന്നി വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. എന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും തന്നെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ധർമ്മവുമായ സർവേശ്വരൻ കർത്താവിനെ നിയന്ത്രണത്തേക്കും മഹിമയുടെ അന്തിമവിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വരം ഭാഗേ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് സ്ഥാനമയ്ക്കുന്നു. പാകളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായി പ്രധാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാഥാനെ
വിധിയുടെ നാളിൽ വിജയസഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാകളനാദം പൂജിതമല്ലോ വാഗ്ദാനത്തിലാകുന്നത്. ജീവനെ മരണത്തിന്റെയും ആദരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും ശുദ്ധീകരണമാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും ആദരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദര വൈദികനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കവിക അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ തിന്മയിൽ ഞങ്ങളെ രക്ഷമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കഴിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പാപങ്ങൾ നിലയായി നിവിരിക്കല്ലേ. ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിന്റെ കരുണ തീരാറും മാറ്റി കളയുകയും ചെയ്യുമാറാകട്ടെ. മകനെ മനസ്സിൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ മനസ്സിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായി കർത്താവേ, നീ ആകാശം നിന്നെ വിളങ്ങും വിധിയുടെ നാളിൽ വിജയ
പൊങ്ങി മുഴങ്ങും കാഹളനാദം എല്ലാരും മിന്നിലിറങ്ങും ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സജീവവും ജീവദായകവുമായ കർത്താവേ, ആ ശക്തന്മാർക്കുകയും എന്റെ പരസ്യവാക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ കർത്താവേ, ഇവന്റെ മർദ്ദം മാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഊഴിതമല്ലോ. ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ കാലഘട്ടത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദര വൈദികനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വരുവിൻ കർത്താവേ, വാഴ്ത്തഹാസ്യം കാണുന്നു. വാരുളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി ആശന്മാർ. പാപികൾ പറയും പ്രമാദമിതാ, മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യന് ശരണം കൈവന്നു. നീതിയുടെ വാൾ തുറക്കണമേ, പശ്ചാത്താപം നല്ലവരു തുവലം ഭാഗ്യേ. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കു സ്ഥാനം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയിലേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മതനായുസും. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ അങ്ങെടുത്തതിനെ ഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ പ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം
പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. യോവാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ദാസരെ ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷകൾ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെ മാഞ്ഞടിയുന്നു അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോണകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു മാഞ്ഞടിയുന്നു. കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. നീർപ്പോണകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്ഫലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. അവിടെയവർക്കില്ല സ്വാരം പീഡയുമാദിയുമിൽ ഉന്നതനാം വിശികാനാഥ എല്ലാരും നിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. ആരാധിച്ചു വണങ്ങുന്നു, അതിനാൽ ഞങ്ങൾക്കു സ്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷ ഇവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. വീട് പിടിച്ചതു പൂക്കളണിഞ്ഞു. കർത്താവേ, നിൻ വിളിയുടെ ശബ്ദം പിഞ്ചെന്നവനെ കൈവെടിയല്ലേ. കർത്താവിന്റെ പ്രവൃത്തികൾ ആര് വിവരിക്കും? ഭക്തനു പിന്നെ ഉയർപ്പിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
ആമേൻ. കർത്താവേ നീ അണയുമ്പോൾ കരുണയടന്ന് നിർത്തണമേ നല്ല വരത്തലം ആകേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയുമുള്ള വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുവിൽ ജീവനുദിക്കുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിജയപ്രഭയിൽ ഇന്ധനമിങ്ങും പൊങ്ങി മുളങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ മൃതരെ മഹിമാവഴകും മണവറയിങ്ങൾ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി ഞങ്ങളിലെ ഞങ്ങളുടെ സമൂഹത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം കരുണയുടെ ഭാവി കഴിയുന്നവർക്ക് സങ്കടപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിന് അവസാനം പ്രതീക്ഷയും ആകാശവും ഭൂമിയിൽ നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനവയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്റെ ചിത്രങ്ങൾ പാടും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ കനിയേണം. ജീവൻ നൽകി മോചനമാം പ്രഭേനാട്ടിൽ ചേർക്കണം. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിന്നിളങ്ങും വദനമുണരാൻ വരമരുളേണം. മൈമാവൊഴുകും മണമറയിങ്കൽ ചേർക്കണമീശോ. ശബ്ദം കേൾക്കണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. താനം പ്രദേശം അല്ല പറഞ്ഞവരെ നീ മഹിമയോടെ എത്തിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എപ്പോഴും എന്നേക്കും പുത്രൻ റൂഹായെ പ്രധാനമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം തിരുമലയെല്ലാം കാണുന്നു നിരവധിയാമൻ പാവങ്ങൾ നിലയായ എന്നെ വിധിക്കല്ലേ സമാധാനം മകനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം എല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം മുഗലാൻ മൃതരെ മഹിമാവൊഴുകം മണവറയിങ്കൽ ചേർക്കണമീശോ കാവൽക്കാരെ പോലെ പൂർണ്ണമായ രക്ഷയും അവന്റെ പകലാകുന്നു പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനെനിക്കു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളിടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാര എല്ലാരും
വികലമോദം നുകരാൻ മകരേ മഹിമാവൊഴുകും അണവറയുങ്കൽ സക്കണമീശോ അഗാധത്തിൽ ഞാൻ വിളിക്കുന്നവർ ശ്രീയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു ഞാൻ വിളിക്കുന്നവർ ശ്രീയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാവങ്ങൾ കൊടുക്കുന്നവനുമായ ജീവന്റെ മനസ്സിലെ നാശനം രാമത്തിനും ക്രിസ്താത്മാവുമായി മനുഷ്യരെല്ലാവരും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നത് ഞാനും പരിപാലിക്കണമേ. ആരംഭിക്കണമേ. ജീവന്റെ മനസ്സിലെ നാശനം രാമത്തിനും ക്രിസ്താത്മാവുമായി സർവ്വത്തിന്റെ നാശം ദൈവമായ മിശിഹായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവന്മാരുടെ അഹമ്മടിയോടും കൂടെ വനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പാവനമാകും കുരിശിനെ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം. വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുടെ കർത്താവെ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ വാസനയാരും മിന്നി വിളങ്ങും. വരവുണരാൻ വരവരുടേണം. അഹാദിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ലഭിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാവമോനും നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. മനുഷ്യരെ നീ എല്ലാവരും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. താനും പ്രതീക്ഷമണ്ണോടഞ്ഞവരെ മഹിമയോടെ അർപ്പിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ അടയാളത്തോടും ദേവദൂതന്മാരുടെ അമ്പടിയോടും കൂടെ വിജയവിരാജിതമാം നിത്യവിരുന്നിൻ നിലയം പോകും നീ. അങ്ങേന്റെ പരിചയവെച്ച് കളഞ്ഞു സോദരരെ നാം ഒരുമിച്ചിരുവരെയും പൂജയണച്ചു പ്രാർത്ഥനയർപ്പിച്ചു. ശബ്ദം കേൾക്കില്ലിനി നിങ്ങൾ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃഗയാൽ തന്നെ മൃഗയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. ഷേവ് ചെയ്ത് ഭംഗിയായിട്ട് മുടിയെല്ലാം വെട്ടി ഒരുങ്ങാറുണ്ട്. നിറയും പതിവ് പോലെ
അതെല്ലാം ചെയ്തു ഉച്ചയ്ക്ക് ഭരണം താണു നിലയ്ക്കുന്നു പുനരുത്ഥാനം പൊൻകൊടി നാട്ടുന്നു നീ അവനെ കിരീടമണിയിച്ചു യാത്ര കഴിഞ്ഞു വിജയ സോദരരെ നാം ഒരുമിച്ചിതുവരെയും പൂജയില്ല ഇനിയും നിങ്ങൾ വിളികളടയ്ക്കുമ്പോൾ അനുദിനമറിവോ നോക്കണമെന്നിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ ആര് വിവരിക്കും സമയമടുത്തു മണികൾ മുഴങ്ങുന്നു വിധിയുടെ നാഥൻ മഹിമയോടണയുന്നു ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിനാമാകത്തിൻ പാപം മൂലം ഭൂലോകം മൃതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണു നരവംശം ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ആകാശത്തിലും ഭൂമിയിൽ സ്ഥിരക്കാവുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയാകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥനും വിശുദ്ധാത്മാവുമായ കാത്തിരിക്കുന്നു മക്കളാണ് ഞാൻ ശാന്തിയെ എനിക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ വാചകളൊന്നും കേട്ടിട്ടില്ല മാനവഹൃദയം അറിഞ്ഞിട്ടില്ല ദൈവമേ അനുഗ്രഹിക്കണമേ കാഹളവിളികൾ അന്തിമ
കനിവടുനാഥ നിത്യവിരുന്നിൽ പരദേശായിൽ ചേർക്കണമെന്നേ. എനിക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിനെ അന്ധകാര ശക്തിയിൽ നിന്ന് രക്ഷിക്കണമേ. നീതിമാന്മാർ നിത്യാനന്ദം അനുഭവിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പരിശുദ്ധമായ കൂദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഇയാളിന് പുനരുത്ഥാനവും നിത്യായുസ്സും നൽകണമേ. പ്രകാശധാരികളായ പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഈ സഹോദര വൈദികനെയും സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്തിമയാത്ര പുറപ്പെടുവീ ദാസനമോദനമേകണമേ. കർത്താവിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. അന്തിമയാത്ര പുറപ്പെടുവീ ആരാധനയാത്മാവിൻ കഴിവുള്ള കാഴ്ചയണച്ചല്ലോ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങളെല്ലാം കഴിക്കളഞ്ഞവരുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മൃതദേഹം ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. എല്ലാം നിരയായിട്ട് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകാം. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തീല, തിരികൾ കൊളുത്തിയൊരുക്കീല. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല.
നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാം പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഒരുമിക്കും. അവിടെയവർക്കില്ലധ്വാനം പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാം. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാഴ്ക്കുടിലാം. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ എന്നേക്കുമാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ കൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസൻ മുടമുട സന്നിധി ചേർന്നു ഞാൻ സാദരമങ്ങേ ഭൂവനിയിൽ ജോലിക്കായി സ്വയം അർപ്പിച്ചു. ആരാധനയാൽ ആത്മാവിൻ വഴി മതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം ദിവ്യബലിയോടുകൂടി ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയും നൽകുന്നു. അസിസ്റ്റന്റിയായി സേവനം ചെയ്തു വരികയും
1958 എറണാകുളം സെമിനാരിയുടെ റെക്ടറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തു. ഒരു വർഷക്കാലത്തെ സേവനത്തിന് ശേഷം നോർത്ത് തുത്തിരിയോടുകൂടി വികാരിയായിട്ട് അദ്ദേഹം പോയി. നോർത്ത് തുത്തിരിയോടിൽ നിന്നും മലബാർ മെയിലിന്റെയും സത്യദീപത്തിന്റെയും എഡിറ്ററായിട്ട് അദ്ദേഹം വീണ്ടും എറണാകുളത്ത് തിരിച്ചെത്തി. ഈ രണ്ട് മേഖലയിലും സേവനത്തിന് തുടർന്ന് മലബാർ കോളേജിൽ ലത്തീൻ ഭാഷ അധ്യാപകനായി. ആ കാലഘട്ടത്തിൽ തന്നെ ഭക്തിയാദരവും പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും എറണാകുളം അതിരൂപതയ്ക്കും നൽകിയിട്ടുള്ള സേവനങ്ങളെ കൃതജ്ഞതയുടെ ഓർക്കിരിക്കും. പൂർത്തിയാക്കിയിരിക്കുന്ന സഹോദരനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഏദോമിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ വെച്ച് ദൈവം മൂസയോട് ഇങ്ങനെ അരുളി ചെയ്തു, അഹ്റോൻ തന്റെ ജനങ്ങളോട് ചേരുവാൻ പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്കായി ഞാൻ നൽകുന്ന രാജ്യത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. എന്തെന്നാൽ മെരീബ തടാകത്തിൽ വെച്ച് എന്റെ കൽപ്പന അവൻ നിരസിച്ചു. ഇപ്പോൾ നീ അഹ്റോനെയും അവന്റെ പുത്രനായ ഏലിയാസിനെയും ഹോർമലയിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് അഹ്റോന്റെ പുരോഹിത വസ്ത്രം ഊരി എലിയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ മരിച്ച് തന്റെ ജനങ്ങളോട് ചേരട്ടെ. കർത്താവിന്റെ കൽപ്പന പ്രകാരം മൂസ പ്രവർത്തിച്ചു. അവർ മലയിലേക്ക് കയറി പോകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ മൂസ അഹ്റോനെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി എലിയാസറിനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഹ്റോൻ മരിച്ചു. ഉടനെ മൂസയും എലിയാസറും മലയിൽ നിന്നിറങ്ങി അടിവാരത്ത് ചെന്നു. വിവരമറിഞ്ഞ് ഇസ്രായേൽക്കാർ മണ്ണടങ്കം 30 ദിവസത്തേക്ക് സമാചരിച്ചു. എന്റെ സഹോദരനെ, അവരുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഇതെല്ലാം ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ്. വിതച്ച വിത്ത് മുളയ്ക്കണമെങ്കിൽ ആദ്യം അത് തിരിച്ചു പോകണം. വിതച്ച വസ്തുവെല്ലാം മുളച്ചു പൊങ്ങി വരുന്നത്. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു പല ധാന്യങ്ങളുടെയോ വിത്ത് മാത്രമാണ്.
എന്നാൽ ദൈവം തന്നെ നിശ്ചയമനുസരിച്ച് അതിന് ഒരു ശരീരം അഥവാ തണ്ട് പ്രദാനം ചെയ്യുന്നു. ഓരോ വ്യക്തികൾക്കും അതിന് ഇണങ്ങിയ തണ്ടുകൾ നൽകപ്പെടുന്നു. ശരീരമെല്ലാം ഒരുപോലെയല്ല. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പക്ഷികളുടെ ശരീരമുണ്ട്, മത്സ്യങ്ങളുടെ ശരീരമുണ്ട്. ഇവ കൂടാതെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. അവയുടെയെല്ലാം ഭംഗിക്ക് വ്യത്യാസവുമുണ്ട്. സൂര്യന്റെ പ്രകാശം ഒന്ന്, ചന്ദ്രന്റെ പ്രകാശം മറ്റൊന്ന്, നക്ഷത്രത്തിന്റെ പ്രകാശം അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശവും മറ്റൊരു നക്ഷത്രത്തിന്റെ പ്രകാശവും തമ്മിലും വ്യത്യാസമുണ്ട്. ഉയർപ്പിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വിതച്ചത് നശ്വരം, ഉയർക്കുന്നത് അനശ്വരം. വിതച്ചത് അപമാനം, ഉയർക്കുന്നത് മഹത്വം. വിതച്ചത് ബലഹീനത, ഉയർക്കുന്നത് ശക്തി. വിതച്ചത് ഭൗമിക ശരീരം, ഉയർക്കുന്നത് ആത്മീയ ശരീരം. എന്തെന്നാൽ ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ നശ്വര ശരീരം അനശ്വരമായി തീരും, മരണമുള്ള ശരീരം മരണമില്ലാത്തതാകും. അങ്ങനെ നശ്വര ശരീരം സമാധാനം നിങ്ങളോടുകൂടെ അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം 14 വരെയുള്ള വാക്യങ്ങൾ. തന്റെ ഭൃത്യന്മാരെ വിളിച്ച് സമുദ്രമായ ഏക ശേഷം വിദൂര യാത്രയ്ക്ക് പോയ ഒരു മനുഷ്യനെ പോലെയാണ് സ്വർഗരാജ്യം. ആ ഭൃത്യന്മാരെ കഴിഞ്ഞു നോക്കി ഒന്നാമത് 5 നാണയവും രണ്ടാമത് 2-ഉം മൂന്നാമത് 1-ഉം നൽകിയ ശേഷം അയാൾ യാത്ര പുറപ്പെട്ടു. 5 നാണയം കിട്ടിയവൻ അതുകൊണ്ട് വ്യാപാരം നടത്തി 5 കോടി സമ്പാദിച്ചു. 2 കിട്ടിയവനും അങ്ങനെ തന്നെ 2 കോടി സമ്പാദിച്ചു. എന്നാൽ 1 കിട്ടിയവൻ അതുകൊണ്ട് പോയി മണ്ണിൽ കുഴിച്ചു പോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ യാത്രയ്ക്ക് പോയിരുന്ന വീട്ടുടമസ്ഥൻ തിരിച്ചെത്തി. അയാൾ ഭൃത്യന്മാരെ വിളിച്ച് അവരെ കണക്ക് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ആദ്യമായി 5 നാണയം വാങ്ങിയിരുന്നവൻ അടുത്ത് ചെന്ന് വേറെ 5 കോടി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് 5 നാണയമാണല്ലോ അവന് തന്നിരുന്നത്, 5 കോടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, നീ നല്ലവനും വിശ്വസ്തനുമാകിയാൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ നിസ്സാര കാര്യത്തിൽ നീ വിശ്വസ്തത കാണിച്ചതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിരന്തരം സമർപ്പിക്കുവാൻ ഞാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിധിയിൽ ജീവിത ബലിയർപ്പിച്ചു. നീതി എഴുന്നോരബ്രാഹം യോബും നോവും പൂർത്തു നിരന്തരമാ മയമയഴും തിരുരാജ്യത്തിൽ താമരീതികൾ പാടിടുവാൻ കൈവാർന്നിവരെ ചേർക്കണമേ. നാദാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാം ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന
വൈദികരുടെ മധ്യശേഷം മുടി എണീറ്റ് ശുശ്രൂഷയാണ്. അതേ തുടർന്ന് വൈദികർ മൃതദേഹം വഹിച്ചു കൊണ്ടുപെടുത്തുന്നു. തൊട്ട് മുൻപിലുള്ള റോഡിലൂടെ ചെന്ന് പ്രധാന റോഡിന്റെ അവിടം വരെ ചെന്ന് ഉടനെ തന്നെ തിരിച്ച് പള്ളിയുടെ മുൻവശത്ത് വന്ന് വ്യക്തിപരമായതുമായ അനുശോചനം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. മുടവരക്കച്ചന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ രൂപത ഏൽപ്പിച്ച എല്ലാ ജോലികളും അത്യാസ്തുത്യർഹമായി ആത്മാർത്ഥതയോടുകൂടി മനസാക്ഷിക്കടുത്ത് അദ്ദേഹം ചെയ്തു തീർത്തു. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് പഠിക്കേണ്ട ഒരു പാഠം. നമ്മളെല്ലാ ദിവസവും ഓരോ നിമിഷവും മരണത്തിന് സന്നദ്ധരായിരുന്നു. കർത്താവ് എപ്പോഴാണ് നമ്മെ വിളിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സന്നദ്ധനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ജോലിയെല്ലാം ആത്മാർത്ഥതയോടെ അദ്ദേഹം നിർവഹിച്ചു. അതുപോലെ തന്നെ ഒരു നല്ല മനസാക്ഷിയോടുകൂടി അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. അതുകൊണ്ട് Amen.
അവിടുത്തെ ആശ്രയിക്കുന്നവർ വിധിക്കപ്പെടുകയില്ല. എങ്കിലും ആ വഴി വിട്ടുതടന്നു വഴി കുഴിച്ചൊരു കുഴിയിൽ താഴും വിധിയുടെ ദിവസം കർത്താവേ കൃപയല്ലാതില്ല ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഈ ആളെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ മിശിയ തന്റെ കാരുണ്യത്താലും തന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും ഈ ആളെ തന്റെ വലത്തു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധന്മാരോടെ സ്വാഗതമരുളും നിശ്ചഞ്ചലമായി അഴങ്ങുള്ളൂ സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നേ അധ്വാനിച്ചു ജീവൻ നൽകും പരമോന്നതമാം ഗോദാശകളാൽ ദുഃഖിതരിൽ നീ ആശ്വാസത്തിൻ കിരണമുയർത്തി പാരത്രികമാശവളർത്തും തിരുവാണികളാൽ കൂരിയും കരളിൽ പുത്തൻ ജീവനുണർത്തി അധ്വാനത്തിൻ കതിരുറങ്ങയ്യാൻ ഉയരുക പിന്നിൽ വന്ദനമരുളാൻ ആത്മജരെല്ലാം കാത്തുകഴിപ്പൂ പാവക്കറകൾ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാവുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പ കൊണ്ടെന്നെ ചലിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചു കൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങേ ഉയർപ്പിച്ച് തന്റെ വലത്തു ഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധന്മാർ കുടികൊള്ളും ചെയ്യുമ്പോൾ മനമുരുകില്ല. എന്തിന് ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു. കടയിലുൾക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ലേ. മഴ പെയ്തു കാറ്റൂരി വെള്ളം പൊങ്ങി അഞ്ഞൊഴുകി. കല്ലിലുയർത്തിയ ബലവത്താം വീടിനു കേട് ഭരിച്ചു. പ്രീതി കലർന്നു മണവാളൻ മണവരയവനെ കൈക്കൊണ്ടുവാൻ. അതിനു മനോജത ചേർത്തിടുവാൻ ജീവിതമകിലം നിറവലിയാൻ അർപ്പിച്ചവരിൽ കനിയണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരെയും വസതിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തെ സംബന്ധിച്ച് ഈ വൈദികനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരറിയിപ്പുണ്ട്. അടുത്ത ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും, എല്ലാ വൈദികർക്കും, എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി പറഞ്ഞു. അറിയിച്ചു ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ തോമസ് അച്ഛൻ്റെ ഈ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്ത അഭിനന്ദ പിതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാർക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും വന്ന അച്ഛന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ തോമസ് അച്ഛനെ കുറേയേറെ നാള് ചികിത്സിച്ച അസീസി കോൺഗ്രിഗേഷനിലെ ഗ്രീൻ ഗാർഡൻസിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും മറ്റ് ഇടവകളിൽ നിന്നും അന്തിമ അഭിവാദനം അർപ്പിക്കാനായിട്ട് എല്ലാവർക്കും സൗകര്യമുണ്ടായിരിക്കും. ശിവതേരിയുടെ ഉൾഭാഗത്തുള്ള വൈദികരെ അഭിവാദനം അർപ്പിച്ച് പുറത്തേക്ക് പോയതിനു ശേഷം പുറമെ നിന്നുള്ളവരകത്തേക്ക് വരിക. കിഴക്ക് ഭാഗത്തു നിന്ന് വന്ന് അഭിവാദനം അർപ്പിച്ച് പടിഞ്ഞാറ് ഭാഗത്തുകൂടി കടന്നു പോവുക. ഒരു നിരയായിട്ട് മാത്രം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ, മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കൈപ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും
വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ ആകാശമേഘങ്ങൾക്കിടയിൽ അത്യുന്നതങ്ങളിൽ അങ്ങയെ തൃക്കൺ പാർത്തു വന്ന ഭൂമിക്ക് പണ്ടിത് ഭിക്ഷ നൽകിയതല്ലേ അങ്ങ് ഭിക്ഷ നൽകിയതല്ലേ സ്വീകരിക്കൂ സ്വീകരിക്കൂ എൻ്റെ പ്രാണന്റെ മെഴുകുതിരിപ്പൂരുകുമിപ്പാനപാത്രം പിതാ